നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഇരട്ട ഗോളുകളുടെ ബലത്തിൽ പോർച്ചുഗൽ അയർലൻഡിനെ ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് തോൽപ്പിച്ചുകൊണ്ട് ഇതാ യൂറോ കപ്പിലേക്ക് പറന്നിറങ്ങുന്നു. കിടിലൻ ഗോളുകളാണ് ക്രിസ്ത്യാനോ നേടിയത്. അതിൽ ആദ്യത്തെ ഗോൾ അതിമനോഹരമായിട്ടുള്ള ഒരു ഗോൾ. അദ്ദേഹം അത് സുന്ദരമായിട്ട് റിസീവ് ചെയ്തു, എന്നിട്ട് കിടിലനായിട്ട് വലയിലേക്ക് അടിച്ചിട്ടു. അദ്ദേഹത്തോട് ചോദിക്കുന്നു, ഇത് നിങ്ങളുടെ കരിയറിലെ ബെസ്റ്റ് ഗോളാണോ? കളി കഴിഞ്ഞിട്ട് CR7 ചോദിക്കുകയാണ്. എത്ര സുന്ദരമായ ഗോൾ നേടിയിട്ടുള്ള ആളാണ് ക്രിസ്ത്യാനോ. ഈ ഗോളും മനോഹരമായിരുന്നു, സംശയമില്ല. പക്ഷെ ഇത് കരിയറിലെ ബെസ്റ്റ് ആണോ എന്നൊക്കെ ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ മറുപടി എനിക്കറിയില്ല. ഞാനിപ്പം ആ ഗോളുകളെല്ലാം പോയിരുന്ന് കാണണ്ടേ. അപ്പോൾ ഇതാണ് ബെസ്റ്റ് എന്ന് പറയണമെങ്കിൽ അദ്ദേഹം 895 ഗോൾ അടിച്ച് മനുഷ്യരോടാണ് ചോദിക്കുന്നത്. ആ ഗോൾ മുഴുവൻ ഇരുന്ന് കണ്ടിട്ട് ഇതാണ് ബെസ്റ്റ് എന്ന് പറയണമല്ലോ. അതാണ് അദ്ദേഹത്തിൻ്റെ മറുപടി. എനിക്കറിയില്ല, ആ ഗോളുകളെല്ലാം ഞാനിരുന്ന് കാണണ്ടേ എന്നിട്ട് അദ്ദേഹം പറയുകയാണ്. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ടീം നല്ല രൂപത്തിൽ കളിക്കുന്നു, ഞങ്ങൾ നന്നായിട്ട് കളിച്ചു. ആ ഗോള് തീർച്ചയായിട്ടും ഒരു ഭാഗത്തുണ്ട് എങ്കിൽ പോലും ഞങ്ങളുടെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ വിജയിക്കുക, കോൺഫിഡൻസ് തിരികെ പിടിക്കുക എന്നുള്ളതായിരുന്നു. എല്ലാവരും നല്ല രൂപത്തിൽ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. ഈ കളിയുടെ റിസൾട്ടിൽ ഞാൻ ഹാപ്പിയാണ്. അപ്പോൾ അദ്ദേഹത്തോട് വീണ്ടും ചോദിക്കുന്നു, നിങ്ങൾ നിരവധി മത്സരങ്ങൾ പോർച്ചുഗലിനായിട്ട് കളിച്ചു കഴിഞ്ഞല്ലോ, 6ാമത്തെ യൂറോ കപ്പൊക്കെയാണ് കളിക്കാൻ പോകുന്നത്. ഇപ്പോഴും പോർച്ചുഗലിന് വേണ്ടി കളിക്കുമ്പോൾ ആ വിജയദാഹമുണ്ടോ? എന്തൊക്കെ ചോദ്യങ്ങളാണ്. ക്രിസ്ത്യാനോയുടെ മറുപടി, ഓഫ് കോഴ്സ് ഞാനിപ്പോഴും പോർച്ചുഗലിനെ കുറിച്ച് സ്വപ്നങ്ങൾ കാണാറുണ്ട്. എൻ്റെ രാജ്യത്തിന് വേണ്ടി കളിക്കുക അതെൻ്റെ ലവ് ആൻഡ് പാഷനാണ്. തീർച്ചയായിട്ടും ഓഫ് കോഴ്സ് യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പ് എന്ന് പറയുന്നത് സ്പെഷ്യലാണ്. ഇതെൻ്റെ 6ാമത്തെ യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പാണ്, അതും ഒരു റെക്കോർഡാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം 2004 ആദ്യമായിട്ട് കളിക്കാനിറങ്ങുമ്പോൾ എങ്ങനെയായിരുന്നുവോ അതുപോലെയുള്ള അഭിമാനമാണ് ഇപ്പോഴും ഈ കളിക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ എൻ്റെ മനസ്സിലുള്ളത് എന്നാണ് ക്രിസ്ത്യാനോ പറയുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ഓഫ്.